ദേശാടന പക്ഷിക്ക് രക്ഷകരായത് RRT വോളണ്ടിയർ നിസാമും സംഘവുമാണ്. പറക്കുന്നതിനിടെ വീടിന് മുകളിലെ തകര ഷീറ്റിൽ തലയിടിച്ച് മാരകമായി മുറിവേറ്റ സൈബീരിയൻ കൊക്കിനാണ് പുതുജീവൻ നൽകിയത്. കാളികാവ് പഞ്ചായത്തിലെ 5-ാം വാർഡിൽ കട്ടക്കാടൻ അബ്ദു അയാൾ രാവിലെ തന്നെ വിളിച്ചിരുന്നു. ഓലെ വീട്ടിലെ ആസ്പെറ്റോസിൻ്റെ വക്കിലെ ഷീറ്റ് അത് തട്ടിയിട്ട് പരിക്ക് പറ്റിയതാണ്. അപ്പോൾ ഞാൻ പോയിട്ട് റെസ്ക്യൂ ചെയ്തു. RRTൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ പോയി റെസ്ക്യൂ ചെയ്തു. ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് വന്നു, ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ RRTൻ്റെ നിർദ്ദേശപ്രകാരം വീട്ടിൽ വെക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അസുഖങ്ങളൊക്കെ മാറിയിട്ട് ഇതിനെ തുറന്നു വിടും. നമുക്കിപ്പോൾ വിവരങ്ങളുമായിട്ട് അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുണെ, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത് നെടുമ്പാശ്ശേരിയിൽ പക്ഷിക്കടത്ത് വാർത്ത. പക്ഷെ അതിന് നേരെ വിപരീതമായിട്ട് പക്ഷികളെ സ്നേഹിക്കുന്ന, രക്ഷപ്പെടുത്തുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് അല്ലേ? തീർച്ചയായും ജയലക്ഷ്മി, ചില നിമിഷങ്ങൾ മതി ചിലതൊക്കെ മാറി മറയാനെന്നൊക്കെ നമ്മൾ പറയും. അതുപോലെയുള്ള ഒരു ചെറിയ ഇടപെടലാണ്, പക്ഷെ ഒരു ജീവന് തന്നെ രക്ഷയേകിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുപോലെ ഈ RRT സംഘത്തിൻ്റെ ഇടപെടൽ, ഒപ്പം തന്നെ ഈ പക്ഷി പറക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ തകര ഷീറ്റിൽ തല ഇടിച്ചുകൊണ്ട് മാരകമായി തന്നെ ആഴത്തിലുള്ളൊരു മുറിവാണ് സംഭവിക്കുന്നത്. അങ്ങനെ ആ വീട്ടുകാർ കാണുന്നു, RRT സംഘത്തെ വിവരം അറിയിക്കുന്നു. വെറ്ററിനറി ഡോക്ടർ അവധിയായിരുന്ന ഡോക്ടർ പോലും അന്ന് മടങ്ങിയെത്തി ചികിത്സ കൊടുത്തു, ശുശ്രൂഷ നൽകി. പെട്ടെന്ന് തന്നെ ശുശ്രൂഷ നൽകിയതിനാൽ തന്നെ പക്ഷിക്ക് ആരോഗ്യവാനായി തന്നെ ഈ സൈബീരിയൻ കൊക്കാണ്, നമ്മുടെ ദേശാടന പക്ഷി കൂടിയാണ്. ഇനി ഒരുപാട് ദൂരങ്ങൾ പാറി പറക്കാനുള്ളതാണ്. അതിനെന്തായാലും നല്ലൊരു ഇടപെടൽ. ഒരുപാട് മൃഗങ്ങൾക്ക് മനുഷ്യരിങ്ങനെ തണലാകുന്ന കാഴ്ച, മനുഷ്യർക്ക് മൃഗങ്ങൾക്ക് ആവലാവുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ ഏടിലേക്ക് ഒരു കഥ കൂടിയായി ഈ കാളികാവിൽ നമ്മൾ കണ്ടത്. എന്തായാലും അത്തരത്തിലുള്ള നല്ല കാഴ്ചകൾ കൂടി ജയലക്ഷ്മി സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിൽ കൊച്ചിയിൽ ഒരു വിപരീത വാർത്ത കാണുമ്പോൾ ഇത്തരം കാഴ്ചകൾ കൂടി നമുക്ക് മുന്നിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയായി ഈ ദേശാടന പക്ഷിക്ക് പുതുജീവൻ നൽകിയ കഥ. ശരി അരുൺ, എന്തായാലും അതൊരു വലിയ കാര്യം തന്നെയാണ് അവർ ചെയ്തത്. പറക്കട്ടെ ദേശാടന പക്ഷി.